ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അതും ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോണത്. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോവാം. ഞാൻ ഇതിന് മുമ്പ് ഒരൊറ്റ തവണ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളൂ. അത് ബാംഗ്ലൂർ ടു കൊച്ചി ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒന്നാമത്തെ കാര്യം കണക്റ്റഡ് ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ബാങ്കോക്ക്. അപ്പോൾ ചെന്നൈയിലൊരു 4:30 ആ ടൈമിലാണ് ഫ്ലൈറ്റ്. ഞാനാണെങ്കിൽ അവിടെ ഒരു 11 മണി ആ ഒരു സമയം എത്തുകയും ചെയ്യും. പിന്നെ അവിടെ നിന്ന് 4:30 എഴുന്നേറ്റ് പോകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉറക്കത്തിൽ പോകും. അപ്പോൾ പിന്നെ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണ എൻ്റെ എക്സൈറ്റ്മെൻറ്റും പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയില്ല. അപ്പം ഞങ്ങൾ പോണത് ആക്ച്വലി ബാങ്കോക്കാണ്. അപ്പോൾ ഫസ്റ്റ് ബാങ്കോക്ക് പോകും, പിന്നെ അവിടെ നിന്ന് ഫുക്കറ്റ് പോകും. ഫുക്കറ്റ് ടു മലേഷ്യ, പിന്നെ മലേഷ്യയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട്. നമ്മൾ 2 കൺട്രീസ് വിസിറ്റ് ചെയ്യാനുണ്ട്. ഒരു 10 days 9 days ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ള ഫ്ലൈറ്റ് യാത്രയൊക്കെ കാണാം. വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ വെച്ച് കാണാം. ബൈ. ഞാൻ ഈ വീഡിയോയിൽ പറയണതിൻ്റെ ഓഡിയോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഹെഡ്സെറ്റ് ചെവിയിൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫോണിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ പറ്റിയതാണെന്ന് തോന്നണം. അപ്പോൾ ഞാനത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ആ ഒരു സാറ് കുറേ നേരം ഓരോന്ന് കുത്തി ചോദിക്കലായിരുന്നു. എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് പോകേണ്ട ടെൻഷനും ആളിങ്ങനെ ഓരോന്ന് ചോദിക്കാതെ എൻ്റെ ടെൻഷൻ കൂടുകയും ഒക്കെ ചെയ്യണമായിരുന്നു. സാറിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. നമ്മളിപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇമിഗ്രേഷനൊക്കെ ക്ലിയറായി. അപ്പോൾ ഞാനാണെങ്കിൽ ഇനി 4:40 വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. KFCയിലാണ് വന്നത്. നമ്മളിതാണ് കഴിക്കാൻ പോണേ. ചിക്കൻ വിങ്സും മറ്റേ ഹോട്ട് ആൻഡ് സ്പൈസി, പിന്നെ ഒരു ചോക്കോലാവ കേക്ക്, പിന്നെ ഒരു കൊക്കക്കോള. ബസ്സിന് വന്നിട്ട് കയറി സീറ്റിലിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തായ്ലാൻഡ് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഓൺ അറൈവൽ വിസൻ്റെ സെക്ഷൻ തപ്പി നടക്കുക. ഇവിടെയാണെങ്കിൽ മറ്റേ വേറെ ആൾക്കാർ. ഗൈസ്, ഞങ്ങളെല്ലാവരും 2 എയർപോർട്ടിലായി പോയി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഹോട്ടലിലോട്ട് ഇവിടുത്തെ ഊബർ പോലത്തെ സാധനമാണ് ഗ്രാബ്, അത് ബുക്ക് ചെയ്ത് പോവുകയാണ്. യൂട്യൂബിലിടാനാ? ഹായ് പറ. ഹായ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞാൻ തായ്ലൻഡ് വന്നേക്കണത്. പറയോ, പേര് പറയോ? ബാക്കി അവരൊക്കെ ഞാൻ പറയാം. ഇത് സുഹേർ, ഇത് വിനയ്, ഇത് നിഖിൽ, ഇത് അശ്വതി. ഇനി ഒരാളും കൂടി വരാനുണ്ട്. അതാരാണ്? അതെ, അത് നാളെ സർപ്രൈസ്. അപ്പം ആ ആളും കൂടി വന്നാലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഒരു നൈറ്റ് മാർക്കറ്റിന് വന്നേക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം.
നമ്മൾ ഇതാണ് കഴിക്കാൻ പോണത്. ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ണിയപ്പത്തിൻ്റെ അച്ചിൽ മാവ് ഒഴിക്കും, എന്നിട്ട് എന്തൊക്കെയോ ഇടും. എന്താ നോക്കൂ, പാറ്റ ഫ്രൈ, പുഴു ഫ്രൈ. What is this? You know the name of this locust? This is locust. അയ്യോ ദേ. Oh, this is locust. നിങ്ങളത് കാണുക. കൊള്ളാം. ഇതും തിന്നണ സാധനമാണ്, പക്ഷെ ഞാൻ കഴിക്കില്ല കേട്ടോ. കഴിക്കുന്നുണ്ടോ? പച്ചക്ക് കഴിക്കോ? ഇത് പച്ചക്ക് കഴിക്കണതാ. അയ്യേ, ലാഭം അവിടെയൊക്കെ ഒരെണ്ണം മാത്രമുള്ള. അല്ല, ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കും. ഇത് ഞാൻ തുറന്ന് പിടിക്കാം. എങ്ങനെയുണ്ട്? ചൂടാണോ? അണ്ണാക്ക് പൊള്ളി പോയി ഗുയ്സ്. അത് എനിക്ക് ഇഷ്ടമായി. ഞാനൊക്കെ ബലത്തിലൊക്കെയാണ്. നന്നായി, വളരെ നല്ല തീരുമാനം. കുതിരാനിട്ടേക്ക ഇതെങ്ങനെ പിടിക്കണേ? അത് വിട്ടുപോകുന്ന ഇത് നിങ്ങളാരെങ്കിലും കഴിച്ചിട്ട് വേറെ പുറത്തെടുത്തോ എടുത്തുകൂടാണെങ്കിൽ ഇത് ഗ്രിൽഡ് പോർക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ കുറെ വണ്ണുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളാണ്. ഇത് കുടിക്കണ വെള്ളമാണ്. അത് തെറ്റിദ്ധരിക്കുന്നത്. അതെ, ഇത് സാധാ. ആ, പഠിച്ചാ കഴിക്ക്.
ആദ്യമായിട്ട് ചോപ്പ് സ്റ്റിക്ക് കഴിച്ചത് മൊത്തം നിലത്തിട്ട് പോയി പോയി ആണ് പോർക്ക് റിബ്. പിന്നെ ക്രിസ്പി കഴിച്ചോ? തൊട്ട് നക്കണം. ഇതിന് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്രൈഡ് ചിക്കൻ വിങ്സ്. എനിക്കിങ്ങനെ വേണം. അയ്യോ. വീഡിയോ എടുത്തോ ആ എൻ്റെ മേത്തോട്ട് ഒഴുകി വരുമോ? നമ്മൾ സീ ഫുഡ് കഴിക്കണം. ആദ്യം ഇതിനെ ഇങ്ങനെ പിടിക്കണം. ഇതിന് തൊണ്ട് കളയണോ? അത് മാത്രം തീർക്കണം. അവിടെ പോയി പണിയടാ. ഒരു മിനിറ്റ് കട്ടാക്കിക്കോ. എടാ ഇങ്ങനെയല്ല. ഇതിപ്പോ ഇങ്ങനെ സ്പൂൺ തന്നെ എന്തെങ്കിലും നമ്മളപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡ്രസ്സ് വാങ്ങി. ഇത് നാളെ ഞങ്ങൾ പട്ടായം പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു 2-3 എണ്ണം കൂടി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ സെറ്റിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കിയുള്ളവരവിടെ തപ്പാം. ഡ്രസ്സൊക്കെ ഏതാന്ന് എൻ്റെ വ്ളോഗിൽ വരുന്നത്. ഇപ്പോൾ 2 ഡ്രസ്സ് എടുത്തു അല്ലേ? ദൈവമേ, ആ ഡ്രസ്സൊക്കെ ഞാൻ ഇടുവോ? പക്ഷെ ഇവിടെ തുണിക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഞാൻ ഒരു ടോപ്പ് 100 രൂപയ്ക്ക് എടുത്ത്, പിന്നെ ഒരു സ്കേർട്ടും ടോപ്പും 200 രൂപയ്ക്ക് എടുത്തു. 100 രൂപയല്ല, 100 തായ് ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും 265 രൂപ. അപ്പൊ അത്ര റേറ്റ് ഒന്നും ഇല്ല. മീൻസ് നാട്ടിലെ ഒക്കെ. ഹലോ, പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പോണ വഴിക്ക് 7-Eleven കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ പോകുള്ളൂ. ഇത് നമ്മൾ ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ കൂടെ പോകുന്നത്. അതുപോലെ തായ്ലാൻഡിലെ എറണാകുളം ജംഗ്ഷൻ. അതെ, ഇത് ബാംഗ്ലൂരിലെ അണ്ടർഗ്രൗണ്ട്. തായ്ലാൻഡിലെ ബാംഗ്ലൂരിൽ. നമ്മളിപ്പോൾ 7-Eleven ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ആ വാങ്ങിയ സാധനം കാണിക്കാൻ. ഇത് കണ്ടത് ഇത് ഇവരോട് ചൂടാക്കി തരും. ഞാൻ കാണിച്ചു തരാം. ആ മാങ്ങ വാങ്ങണം. ഗായ്സ്, നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഇനി ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ചെന്ന് ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറി ഉറങ്ങും. കാരണം നാളെ നമ്മൾ എവിടെയാണ് പോണത്? പട്ടായക്ക് പോകും.